ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായിട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ലേസിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ജേണിയിൽ നമ്മളെ പ്രധാനമായിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ഈ മടി എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്നത്തെ ഒരു സമൂഹം എടുത്തു പോയി കഴിഞ്ഞാൽ ഡേ ബൈ ഡേ, അതായത് ദിവസം ചെല്ലുന്തോറും അത് കൂടാന്നല്ലാതെ കുറയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. കാരണം നമ്മൾ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫോൺ അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഏത് ഒരാൾ നോക്കിക്കഴിഞ്ഞാലും അതിലേക്ക് നമ്മളെ മെയിനായിട്ട് നയിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും എന്തൊക്കെ റീസൺസ് ആണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു മടിയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാണ്, വളരെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു, പെട്ടെന്നാവും നമ്മളെ തലയിലൊരു സ്ട്രൈക്ക് വരിക. അതായത് ഇപ്പൊ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ, പിന്നെ ക്ലോക്കിലേക്ക് നോക്കും, ഓക്കെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ, അല്ലെ പിന്നെ നമ്മൾ ഒരു ഫോണിൽ കുറച്ച് നേരം ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ അതാണ് മടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മടിയാണ് പോകെ അതായത് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ചിന്തിച്ചു, പിറ്റേ ദിവസം അതേപോലെ ചിന്തിച്ചു, അങ്ങനെ പോകെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറായിട്ട് മാറുന്ന ഒരാളാണ് ഈ മടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഈ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മടി കാര്യങ്ങളൊക്കെ വരാൻ കാരണം? അത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 റീസൺസ് ആണ് ഒരാൾക്ക് മടി ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അത്ര പ്രശ്നം, ബാക്കിയുള്ള 2 റീസൺസ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഫസ്റ്റ് റീസണും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടർ, രണ്ടാമത്തത് സൈക്കോളജിക്കൽ ഫാക്ടർ, മൂന്നാമത്തത് എൻവയോൺമെന്റൽ ഫാക്ടർ. അപ്പൊ അതിൽ ഫസ്റ്റ് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബയോളജിക്കൽ റീസൺ ആണ്. ബയോളജിക്കൽ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിക്ക് എനർജി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എനർജി ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ഈ ലേസിനെസ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ നയിക്കുന്നത്. ഓക്കെ, അപ്പൊ എനർജി നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് വേണം. പലവരും ഇന്ന് കോർപ്പറേറ്റ് ആയിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, വൈറ്റ് കോളർ ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അവരെന്ത് ചെയ്യും, ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് വന്നാലായിരിക്കും ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആ ഫോൺ സ്ക്രോൾ ചെയ്തിട്ട് അന്നത്തെ ആ ഒരു ഉറക്കം വരെ കിടന്ന് 12 മണി 1 മണിക്ക് വരെ സ്ക്രോൾ ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ആ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം നഷ്ടപ്പെടും. അറൗണ്ട് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ. പിറ്റേ ദിവസം ചിലപ്പോൾ 6 മണിക്ക് നീച്ചിട്ടോ അല്ലെങ്കിൽ 7 മണിക്ക് നീച്ചിട്ടോ ജോബിന് പോകേണ്ട ഒരാളായിരിക്കും. അപ്പൊ അവർ ഇത്തരത്തിലുള്ള ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് അത്രത്തോളം വേണ്ടിയുള്ള എനർജി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി കൺസേർവ്ഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, പിന്നത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫുഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ പലരും ജോബിന്റെ തിരക്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ പോകേണ്ട തിരക്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. അന്നത്തെ ആ ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളെ എഫക്ട് ചെയ്യും, വല്ലാതെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഒരിക്കലും നമ്മൾ ആ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ടൈമിൽ കഴിച്ചിരിക്കണം. അതായത് രാവിലെ കഴിക്കേണ്ട രാവിലെ, അല്ലെങ്കിൽ രാവിലെ കഴിക്കാതെ പോയിട്ട് അതും കൂടി ഉച്ചയ്ക്ക് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓവർലോഡ് ആയിട്ട് നമുക്ക് ആ ഉറക്കം കാര്യങ്ങളൊക്കെ വരും. അപ്പൊ പിന്നെയും നമുക്ക് ആ ഒരു ടയർഡ്നെസ്സും പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാനുള്ള ഫീലും കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, ആ പിന്നെയും ലൈസിനെസ്സിലേക്ക് നമ്മളെ നയിക്കും. പിന്നെ നമുക്ക് ഇതിൽ റീസൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവര് ജീവിതചര്യ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഉറക്കം ഉണരുക, ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നേരെ എന്ത് ചെയ്യുക, ജോബിന് പോവുക, അവിടെ ഇരിക്കുക, പിന്നെ തിരിച്ചു വരിക, കിടക്കുക. ഓക്കെ, അങ്ങനത്തെ പാറ്റേണുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളെ ആ ഒരു ബോഡിക്ക് വേണ്ടിയുള്ള മസിൽ ഗ്രോത്ത്, പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു റിഫ്രഷ്മെന്റ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ഒരു ജോലി തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും എന്താ പറയുക, നമുക്കൊരു ഉറക്കം തൂങ്ങിയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും നമുക്ക് പലപ്പോഴും വരിക. ഓക്കെ, നമ്മളെപ്പോഴും എനർജറ്റിക് ആവണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത്തരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള നമുക്ക് ആ ഒരു എനർജി കിട്ടിയാലായിരിക്കും നമുക്ക് ഫർദർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് വേണം, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് വേണം, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് വേണം. അപ്പൊ തന്നെ ഒരുവിധം ലേസിനെസ്, അതായത് ബയോളജിക്കൽ റീസൺസ് നമുക്ക് ഇതൊന്ന് അകറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് നമ്മളെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് ഇതിനൊരു റീസൺ ആയിട്ട് പറയാനുള്ളത് സൈക്കോളജിക്കൽ റീസൺസ് ആണ്.
സൈക്കോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ എനർജി ലെവലുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നല്ല, പലപ്പോഴും നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആണ്. നമ്മുടെ മൈൻഡ് നമ്മളെപ്പോഴും ചില സമയത്ത് പുറകോട്ട് വലിക്കാറുണ്ട്. ഇതിന് നമുക്ക് 3 റീസൺ ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാം. അതായത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളെ ബോഡി എന്ത് ചെയ്യും, സ്ട്രെസ് ആവും. ഓക്കെ, അപ്പം നമ്മളിപ്പം ഒരു റീസൺ, എൻ്റെ ഒരു റീസൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം പഠിക്കാൻ നിൽക്കുകയാണ്. ഇപ്പം എൻട്രൻസ് എടുക്കുക പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ ബുക്ക് നമ്മൾ എടുക്കും. ബുക്ക് എടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ഒരു 2-3 ചാപ്റ്റർ വിചാരിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്റർ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ബുക്ക് ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ എത്ര പേജസ് ഉണ്ടെന്ന് എണ്ണി നോക്കും. ആ ഒരു എണ്ണി നോക്കൽ തന്നെ നമുക്ക് ആ ഒരു തീർന്നിട്ടുണ്ടാവും. നമുക്ക് ആ പഠിക്കാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് അതോടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ആ സ്ട്രെസ്സായി, ഇത്രയും ഇനി പഠിക്കണം, എന്ന് എപ്പോൾ പഠിച്ച് തീരാനാ, അങ്ങനത്തെ ഒരു ചിന്തയായി വരുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റർ നമുക്ക് പഠിക്കണം എന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇത്ര മറിച്ച് നോക്കിയിട്ട് അയ്യോ ഇനി ഇത്ര പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ലേസിനെസ്സിലേക്ക് നമുക്ക് പിന്നെ നയിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. തോൽക്കുമോ എന്നുള്ളൊരു ഭയം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്ട് നമ്മൾ പഠിക്കാൻ നിൽക്കുമ്പോൾ അവർ മെയിനായിട്ടും തിങ്ക് ചെയ്യുന്നൊരു തോട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്സോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നല്ല കട്ടിയുള്ള ഒരു ചാപ്റ്റർ, നല്ല കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ തന്നെ അവരെന്ത് ചിന്തിക്കുക, എന്ത് ചെയ്യും, ഇത് ഇത്ര ഉണ്ടല്ലോ, ഇതിനി എങ്ങനെ ചെയ്യും, ഇതിൽ എന്തായാലും ഞാൻ തോൽക്കും, അപ്പൊ ഇനി അതിനെ കുറിച്ച് നോക്കണ്ട, അതിനി പഠിക്കണ്ട, അങ്ങനത്തെ ഒരു ചിന്ത കുറെ പേർക്ക് ഡെവലപ്പ് ചെയ്യും. അതെന്ത് ചെയ്യും, ലൈസൻസിലേക്ക് നമുക്ക് നയിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെയും നമ്മൾ ആ ഒരു ചിന്ത നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ പുറകോട്ട് വലിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് ഇതിൽ പറയാനുള്ളത്, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാന് അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്ത് ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമുക്ക് അന്ന് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പാത്ത് നമുക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അല്ലാതെ നമ്മളിപ്പം ചറപറാന്ന് എന്തെങ്കിലും പെട്ടെന്ന് എണീച്ചിട്ട് നമുക്ക് അന്നത്തെ ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഞാൻ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു പ്ലാനിങ് വേണം. എന്താണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്കുള്ള വർക്കിംഗ് ഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുറകോട്ട് വലിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ഒരു അലസ ഭാഗത്തിലേക്ക് നമ്മൾ വീണ്ടും അത്. പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻവയോൺമെന്റൽ റീസൺ ആണ്. എൻവയോൺമെന്റൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടം എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ദിവസം. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കാൻ പോവാണ്, രാവിലെ എണീച്ചിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ ടേബിള് ഒരുപാട് മെസ്സി ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് വരില്ല, ഡ്രൈവിംഗ് ഫോഴ്സ് വരില്ല. അപ്പം എൻ്റെ കാര്യം എടുത്താൽ തന്നെ നമ്മളിപ്പം പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു, അന്നത്തെ ദിവസം പഠിച്ചു വെച്ച ആ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ റഫ് നോട്ടും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് അതായത് ഒരു ദിവസം പഠിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴും നമ്മൾ അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യും, അത് ജസ്റ്റ് അതേപോലെ അങ്ങോട്ട് നീക്കി വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അതേമാതിരി പഠിക്കാതിരിക്കും. നമ്മളെ പെന്നും കാര്യങ്ങളൊക്കെ അവിടെ വാരി വലിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ നമ്മളെ ഡ്രസ്സസോ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടേബിളിൽ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒന്ന് നിങ്ങളൊന്ന് വിഷ്വൽ ചെയ്ത് നോക്കൂ. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ പഠിക്കാനുള്ള ഒരു തോന്നൽ തന്നെ അവിടെ ഇല്ലാതാവും. ഓക്കെ, അപ്പൊ അതിന് പകരം ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത്തരത്തിൽ മെസ്സി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ അച്ഛനും അമ്മേനെ പറയുക എന്താ വെച്ചാൽ, എന്താ എൻ്റെ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ മത്തി വരുത്തി വെച്ച പോലത്തെ ടേബിൾ കാര്യങ്ങളൊക്കെയാണെന്ന് അവർ പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ അവർ കളിയാക്കാറുണ്ടാകും. ഓക്കെ, അപ്പം ഞാൻ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് നമ്മളെ ടേബിളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഡർ ആക്കി നോക്കി. അതായത് ആദ്യം നമ്മളിപ്പം പഠിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴോ ഒരു 5 to 10 മിനിറ്റ് നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് നല്ല രീതിക്ക് നമ്മളെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ആ ഒരു ലേസിനെസ്സും നമുക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുക, അപ്പം ഇത് നല്ലപോലെ ഓർഡർ ആക്കിയിട്ട് വെറുതെ നമ്മുടെ ടൈം എന്തിനാ കളയുന്നത്, അതിന് പകരം നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കൂടെ എന്നുള്ള ചിന്ത പലർക്കും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ചെയ്യാതെ, അതായത് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ വൃത്തിയാക്കാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കാട്ടും സമയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതായത് അതിന്റെ ഇരട്ടി ടൈം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം നമ്മളെ മൈൻഡ് അതാണ്. നമ്മളെ മൈൻഡ് എപ്പോഴും നമ്മൾ മെസ്സി ആയിട്ട്
നമ്മളെ ചുറ്റുവട്ടം റിലേറ്റ് ചെയ്തിരിക്കും നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ചുറ്റുവട്ടം എപ്പോഴും നമ്മൾ ക്ലീൻ ആയിരിക്കുക. ഇപ്പം ഇതിന്റെ കാര്യമല്ല, നമ്മളിപ്പം നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സ് സർക്കിളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ എത്രത്തോളം നല്ലതായി ആണ് എന്നുള്ള നിലയ്ക്കായിരിക്കും നമ്മുടെ ഒരു സ്വഭാവം, നമ്മുടെ ഒരു ക്യാരക്ടറും ഡെവലപ്പ് ചെയ്ത് വരിക. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പലരും പുച്ഛത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുച്ഛമല്ല വേണ്ടത്, നമ്മൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫ്യൂച്ചറിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഫ്യൂച്ചർ എപ്പോഴും ബ്രൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ സ്മോൾ സ്റ്റെപ്പ്, അതായത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഓരോ ഡേ ബൈ ഡേ നമ്മൾ ചെയ്യേണ്ട ഒരു അത്യാവശ്യകത ഉണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവുള്ളൂ. അല്ലാതെ എന്നും നമ്മൾ സാധാരണ പോലെ എണീക്കുക, ജസ്റ്റ് ഫോൺ നോക്കി സ്ക്രോൾ ചെയ്തിട്ട് ടൈം കളയുക, അതിലൂടെ നമുക്കൊന്നും നേടാനില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കി ഇടുക. അതായത് നിങ്ങളിപ്പം എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുക, അപ്പം നമ്മൾ ഡിസ്ട്രാക്ഷൻ ആണ്. നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തേടി പോകും, അതിലിങ്ങനെ കുറേ തോണ്ടിയിട്ട് പിന്നെയും സമയങ്ങളെ. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ അതിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 60-70% പേർക്കും ഈ ഒരു പറഞ്ഞ കാര്യം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ വന്നിട്ടുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മളെ ഇന്നത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ടൈം വേസ്റ്റിന്, അതായത് ഇപ്പം ഒരുത്തൻ നന്നാവുന്നത് മറ്റുള്ളവന് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട് എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു, അതായത് ഇപ്പം നിങ്ങൾ തന്നെ എടുത്തോ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളൊരു സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കി തള്ളുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങളത് ചെയ്ത് കാണിച്ചിട്ട് നമ്മളത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവൻ പ്രോത്സാഹിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുവരെ നമ്മൾ എന്ത് ചെയ്യും, എത്രത്തോളം തളർത്താൻ പറ്റും എത്രത്തോളം തളർത്തായിരിക്കും ഓരോ ആൾക്കാരും ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ പേഴ്സണലി വിലയിരുത്തിയിട്ട് നമ്മളെന്നും നമ്മളെ ഒരു പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. ഇന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തു നോക്കുക. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളും, എനിക്ക് വേറെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒന്ന് ഡെവലപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാക്സിമം സപ്പോർട്ട് തരാൻ പറ്റുമെങ്കിൽ സപ്പോർട്ടൊക്കെ തരിക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ്.